പാലക്കാടും ചേലക്കരയിലും ബി.ജെ.പി. CPM അഡ്ജസ്റ്റ്മെന്റ് എന്ന് PV അൻവർ ഇന്നലെയാണ് ആരോപണം ഉന്നയിച്ചത്. ഇന്നിപ്പോൾ ഒരല്പം കൂടി കടന്ന് ADGP അജിത് കുമാർ ആയിരുന്നു ഇതിന് നേതൃത്വം നൽകിയത്, ഈ ചർച്ചകൾക്ക് നേതൃത്വം നൽകിയത് എന്നുകൂടി അദ്ദേഹം പറഞ്ഞു വെക്കുകയാണ്. ഈ സാഹചര്യത്തിൽ BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി C. കൃഷ്ണകുമാർ നമ്മളോടൊപ്പം ചേരുകയാണ്. അങ്ങനെ ഒരു അഡ്ജസ്റ്റ്മെന്റ് നിങ്ങൾ പാലക്കാട് ഉണ്ടാക്കിയിട്ടുണ്ടോ? കഴിഞ്ഞ 8 വർഷക്കാലമായിട്ട് CPM-ന്റെ MLA ആയിട്ടുള്ള അൻവർ പറഞ്ഞ ആരോപണത്തിന് ഉത്തരം പറയേണ്ടത് CPM-ആണ്. അൻവറും അൻവറുടെ കൂട്ടാളികളെ സംബന്ധിച്ചുള്ള അവരുടെ ബാക്ക്ഗ്രൗണ്ടിനെ സംബന്ധിച്ചെല്ലാം മുഖ്യമന്ത്രി തന്നെ പറഞ്ഞുവല്ല. CPM-നകത്തെ സ്വർണ്ണക്കള്ളക്കടത്തുകാരും പൊട്ടിക്കലുകാരും തമ്മിലുള്ള തർക്കത്തിൻ്റെ ഫലമായിട്ട് വന്നിട്ടുള്ള ഈ ആരോപണത്തിനൊക്കെ CPM-ആണ് ഉത്തരം പറയേണ്ടത്. പാലക്കാട്ടിലെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് ഫലം പരിശോധിച്ചാൽ നമുക്കറിയാൻ കഴിയും ആരൊക്കെ തമ്മിലാണ് ഇത് അഡ്ജസ്റ്റ്മെൻറ്റ് എന്ന്. കഴിഞ്ഞ തവണ ഷാഫി പറമ്പിൽ മെട്രോമാൻ E. ശ്രീധരൻ സാറെ പരാജയപ്പെടുത്തിയ സമയത്ത് ഏറ്റവും കൂടുതൽ UDF-ന്റെ അണികളെക്കാളും അവരുടെ നേതാക്കളെക്കാളും സന്തോഷിച്ചത് CPM-ന്റെ നേതാക്കളാണ്. AK ബാലനും DYFI-യുടെ പ്രവർത്തകരുമെല്ലാം സോഷ്യൽ മീഡിയയിലടക്കം സജീവമായിട്ട് ഷാഫി പറമ്പിലിനെ അഭിനന്ദിച്ചുകൊണ്ട് ആശംസകൾ നേർന്നുകൊണ്ടുള്ള പോസ്റ്റുകളാണ് ഇട്ടിട്ടുണ്ടായിരുന്നു. വോട്ടിംഗ് നില പരിശോധിച്ചാൽ അറിയാം. CPM-ന്റെ ശക്തി കേന്ദ്രങ്ങളിൽ പോലും CPM വളരെ താഴോട്ട് വരികയും ഷാഫി പറമ്പിലിന് അനുകൂലമായിട്ട് ആ വോട്ടുകൾ പോവുകയും ചെയ്ത കാഴ്ച കണ്ടു. ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അതാണ്ടായിട്ടില്ല. CPM-ന്റെ ഒരു പോളിറ്റ് ബ്യൂറോ മെമ്പറായിട്ടുള്ള ശ്രീ A. വിജയരാഘവനെ മത്സരിപ്പിച്ച് CPM-ന്റെ ശക്തി കേന്ദ്രങ്ങളിൽ CPM വോട്ട് കോൺഗ്രസിന് കൊടുക്കുക, UDF-ന് അനുകൂലമായിട്ട്. അപ്പോൾ പാലക്കാട് കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് അത് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പായാലും ശരി, നിയമസഭാ തെരഞ്ഞെടുപ്പായാലും ലോക്സഭാ തെരഞ്ഞെടുപ്പായാലും CPM-ന്റെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം UDF-നെ വിജയിപ്പിക്കുക എന്നുള്ളതാണ്. താങ്കൾ പിന്നെ BJP-യുടെ സ്ഥാനാർത്ഥി പട്ടികയിലുണ്ട് എന്ന് കേൾക്കുന്നു. അങ്ങനെ എന്തെങ്കിലും ചർച്ച നടക്കുന്നുണ്ടോ? അത് സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച് BJP-യുടെ സെൻട്രൽ പാർലമെൻ്ററി ബോർഡാണ് തീരുമാനിക്കേണ്ടത്. പാർട്ടി ഏറ്റവും വിജയസാധ്യതയുള്ള സ്ഥാനാർത്ഥി ആരാണെന്ന് കണ്ടെത്തി പാർട്ടിയുടെ സെൻട്രൽ പാർലമെൻ്ററി ബോർഡ് തീരുമാനിക്കും. ഇവിടെ ഭാരതീയ ജനതാ പാർട്ടിയുടെ സ്ഥാനാർത്ഥി NDA-യുടെ സ്ഥാനാർത്ഥി ആരായാലും അവരെ വിജയിപ്പിക്കുക എന്നുള്ളത് ഇവിടുത്തെ ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകനായിട്ടുള്ള എൻ്റെ ഉത്തരവാദിത്വമാണ്. PV അൻവറിന്റെ ആരോപണങ്ങളിൽ CPM ആണ് മറുപടി പറയേണ്ടത്. പാലക്കാടും ചേലക്കരയിലും അങ്ങനെ ഒരു അഡ്ജസ്റ്റ്മെന്റ് നടത്തേണ്ടുന്ന സാഹചര്യം BJPക്ക് ഇല്ല. ആര് തമ്മിലാണ് അഡ്ജസ്റ്റ്മെന്റ് എന്ന് നിലവിലത്തെ സാഹചര്യത്തിൽ ജനങ്ങൾക്കറിയാമെന്നാണ് C. കൃഷ്ണകുമാർ പറയുന്നത്. രാജീവ് സുദേവനൊപ്പം പാലക്കാട് നിന്ന് നിഖിൽ പ്രമേഷ് 24.